പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കടന്നാലോ. നമ്മൾ ഇന്ന് ഹോട്ട് ടോപ്പിക്സിന്റെ 20ാമത്തെ ക്ലാസ്സിലേക്കാണ് കേട്ടോ. ഹോട്ട് ടോപ്പിക്സ് 20 വയലാർ അവാർഡ്. വയലാർ അവാർഡ് അങ്ങോട്ട് പഠിച്ചാലോ. നമ്മൾ എഴുത്തച്ഛൻ അവാർഡ് കുറേ പുരസ്കാരം പഠിച്ചു അല്ലേ. വള്ളത്തോൾ പുരസ്കാരം, മുട്ടത്ത് വർക്കി പുരസ്കാരം ഒക്കെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി എന്ത് ചെയ്യണം, വയലാർ അവാർഡ് പഠിക്കുകയാണ്. വയലാർ അവാർഡിലേക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്തിയിട്ട് പഠിച്ചു പോകാം കേട്ടോ. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ അവാർഡ് കൊടുക്കുന്നത്. വയലാർ അവാർഡ് കൊടുക്കുന്ന ആരാണ്, വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ്. 1977 വയലാർ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമ്മാന തുക എത്രയാണ്, 1 ലക്ഷം. 0 കൂടിയിട്ടുണ്ടോ, ഇല്ല അല്ലെ. 3 2 5 ഓക്കെ. 1 ലക്ഷം അല്ലെ, 1 ലക്ഷം രൂപയാണ് സമ്മാന തുക. 1977. ഞാൻ ഈ 0 കൂടിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയും. പക്ഷെ ഇങ്ങനെ ഒരു നമ്മൾ വെറുതെ ഒരു ജസ്റ്റ് ഒരു കമന്റ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എപ്പോഴും ഓർമ്മയുണ്ടാവും അല്ലേ. ഇപ്പൊ വയലാർ അവാർഡിന്റെ സമ്മാന തുക എത്രയെന്ന് ചോദിക്കുമ്പോൾ ഈ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മ വരും, അന്ന് ഒരു 0 കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല, എന്നിട്ട് 1 ലക്ഷം 1 ലക്ഷം തന്നെയെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആൾക്ക് മൈൻഡിൽ എപ്പോഴും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നിൽക്കില്ല. അതിനു വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ 1977 വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ത് ചെയ്യുന്നത്, വയലാർ അവാർഡ് ഏർപ്പെടുത്തുന്നത്. എത്രയാണ് സമ്മാന തുക, 1 ലക്ഷം രൂപയാണ്. ആദ്യം ലളിതാംബിക അന്തർജനത്തിനാണ്. അഗ്നിസാക്ഷി എന്ന നോവൽ പ്രീവിയസ് ആണ്. ഇത് ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വയലാർ അവാർഡ്, നമ്മൾ എഴുത്തച്ഛൻ അവാർഡ്, ആ അവാർഡിലൊക്കെ ആർക്കാണ് കിട്ടിയത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാനാണ് കേട്ടോ. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യത്തെ വനിത നമ്മൾ ബാലാമണി അമ്മ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. അതുപോലെ വള്ളത്തോൾ, അതൊക്കെ എല്ലാറ്റിലും വനിതകൾ ആരൊക്കെ എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അവാർഡുകളൊക്കെ പ്രയോജനപ്പെടുത്തുക. ആദ്യം വയലാർ അവാർഡ് നേടിയത് ആരാണ്, ലളിതാംബിക അന്തർജനം. ഏതാണ് നോവൽ, അഗ്നിസാക്ഷി. രണ്ടാമത് ആർക്ക് കിട്ടി, PK ബാലകൃഷ്ണന് കിട്ടി. ഇനി ഞാൻ ഉറങ്ങട്ടെ. എന്താണ്, ഇനി ഞാൻ ഉറങ്ങട്ടെ, PK ബാലകൃഷ്ണന്റേതാണ് കേട്ടോ. അപ്പൊ പഠിച്ചല്ലോ. എന്തൊക്കെ പഠിച്ചു, ഈ 5 ഒന്ന് പഠിച്ചേ. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് അവാർഡ് ഏർപ്പെടുത്തി. സമ്മാന തുക 1 ലക്ഷം. ഏർപ്പെടുത്തിയ വർഷം 1977. ആദ്യം കിട്ടിയത് ലളിതാംബിക അന്തർജനത്തിനാണ്. അഗ്നിസാക്ഷി എന്ന നോവലിനാണ്. രണ്ടാമത് PK ബാലകൃഷ്ണനാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ. 2019 43ാമത് വയലാർ അവാർഡ് VJ ജെയിംസിനാണ്. നിരീശ്വരൻ, ഇതൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ നിങ്ങൾ VJ ജെയിംസിന്റെ നിരീശ്വരൻ ആരുടേത് എന്ന് ചോദിച്ചാൽ VJ ജെയിംസ് ആണെന്നുള്ളത് പറയാം. PSC വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ. നമുക്കറിയാം, നമ്മൾ 2021-22 എക്സാം എഴുതുന്ന സമയത്ത്, 23 എക്സാം എഴുതുന്ന സമയത്ത് 2019-18 ചോദിച്ച ആൾക്കാരാണ്. അപ്പം എന്തായാലും ചോദ്യം വരും. കാരണം കൊറോണ സമയത്ത് എക്സാം നടത്തിയില്ലല്ലോ. അപ്പൊ ആ സമയത്തുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കണ്ടേ. അതുകൊണ്ടായിരിക്കും PSC അങ്ങനെ ചോദിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം കൊറോണ സമയത്ത് 2 വർഷം എക്സാം ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ അവർക്ക് 2018-19 ചോദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവര് ആ വർഷത്തേക്ക് എന്ത് ചെയ്യണം, ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ തമാശ പറഞ്ഞാണ് കേട്ടോ. VJ ജെയിംസ് നിരീശ്വരൻ. 2020 44ാമത്തതാണ് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഒരു വെർജീനിയൻ വെയിൽക്കാലത്തിന്. 2021 ബെന്യാമിന് മാന്തലിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ആരുടേതാണ്, ബെന്യാമിന്റേതാണ് കേട്ടോ. 2021, 22, 23, 24 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് നോക്കണം കേട്ടോ. അപ്പൊ 23 വരെയുള്ളത് പറഞ്ഞു തരാം. 21 ആരുടെയാണ്, ബെന്യാമിൻ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, അത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അഥവാ വയലാർ അവാർഡിൽ ചോദിച്ചിട്ടില്ലെങ്കിലും മാന്തളിയിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ആരുടേതെന്ന് ചോദിച്ചാൽ ബെന്യാമിന്റേതാണ്. അപ്പൊ നമുക്ക് ബെന്യാമിന്റെ കൃതികളൊക്കെ ഒന്ന് പഠിച്ചു നോക്കിയാലോ. ബെന്യാമിൻ, അദ്ദേഹത്തിന്റെ ഒന്ന് പറഞ്ഞു. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഒന്ന് പഠിച്ചു. ആടുജീവിതം, നിങ്ങൾ ഫിലിം കണ്ടോ? ആടുജീവിതം കണ്ടവര് താഴെ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഒന്ന് കാണുന്നുണ്ട്. അപ്പൊ ആടുജീവിതം ഏതാണ്, അതിപ്പോ ഹിറ്റായിട്ട് സിനിമ ഓടുന്നുണ്ട് അല്ലെ, ബെന്യാമിൻ. അതുകൊണ്ട് നമുക്ക് ഇത് മറക്കില്ല. അപ്പൊ മാന്തളിയിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷം മറക്കില്ലല്ലോ. അടുത്തത് മഞ്ഞവെയിൽ മരണങ്ങൾ, അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, മരീചിക, യൂത്തനേസിയ, EMS-ഉം പെൺകുട്ടിയും, പെൺമാറാട്ടം. ഇതൊക്കെ ആരുടേതാണ്, ബെന്യാമിന്റെ കൃതികളാണ്. ഒന്ന് പറഞ്ഞു നോക്കുക. നമുക്കൊന്ന് കമ്മ്യൂണിസ്റ്റ് സ്റ്റഡി ചെയ്താലോ. ബെന്യാമിന്റെ മാന്തളിയിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷത്തിന് 2021 വയലാർ അവാർഡ് കിട്ടി. പിന്നെ ആടുജീവിതം, അത് നമുക്കറിയാം. പിന്നെ ഒന്ന് പറഞ്ഞേ, മഞ്ഞവെയിൽ മരണങ്ങൾ.
മരീചിക. ഞാൻ കണ്ണടച്ചിട്ട് ഇവിടെ പറഞ്ഞു നോക്കണം കേട്ടോ. ഒന്ന് കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് വായിച്ച് ആ സ്ക്രീനിൽ ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കാം, എത്ര എണ്ണം കിട്ടുന്നുണ്ട് നോക്കാം. മഞ്ഞവെയിൽ മരണങ്ങൾ, മരീചിക, യൂത്തനേസിയ, പിന്നെ EMSഉം പെൺകുട്ടിയും, പെൺമാറാട്ടം, പിന്നെ പിന്നെ ഏതാണ്, മുല്ലപ്പൂ, എനിക്കിതേ കിട്ടുള്ളൂ കേട്ടോ. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ. അപ്പൊ ഇത് രണ്ടെണ്ണം കിട്ടിയില്ല. ഏതാണ്? അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷം, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. മുല്ലപ്പൂ വെള്ള കളറല്ലേ, അപ്പൊ ആ പകലും സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ആ സമയമല്ലേ, അതൊക്കെ നോക്കണം കേട്ടോ. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ പഠിച്ചല്ലോ. നമുക്കിനി 2022 നോക്കാം. 46ാമത് 6ആയില്ലേ? 46ാമത് വയലാർ അവാർഡ് എസ് ഹരീഷിനാണ്. മീശ, അദ്ദേഹത്തിന്റെ മീശയ്ക്കാണ് കേട്ടോ. ഏതാണ്? അദ്ദേഹത്തിന്റെ മീശ എന്ന നോവലാണ്. ഇനി ഹരീഷിന്റെ നോവലുകളാണ് രസവിദ്യയുടെ ചരിത്രം, ആദം, അപ്പൻ, ഓഗസ്റ്റ് 17. വെച്ചിട്ട് 3 എണ്ണം കണ്ടോ? ആദം, അപ്പൻ, ഓഗസ്റ്റ് 17. ആരുതാണ്? എസ് ഹരീഷിൻ്റെതാണ്. 2022. 2023 നോക്കിക്കേ, 3 ഉം 2 ഉം 5, 6, 7, 47ാമത്തത് അല്ലേ? ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം. അപ്പൊ നമ്മള് 2021 തുടങ്ങിയിട്ടില്ലേ നമ്മൾ പഠിക്കേണ്ടത്? 2021 ആർക്കാണ്? ബെന്യാമിൻ ഇല്ലേ? 2021 ബെന്യാമിനാണ്. അദ്ദേഹത്തിന്റെ ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 എസ് ഹരീഷിനാണ്. എസ് ഹരീഷിന് മീശ. 2023 ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിലൊക്കെ താഴെ കമന്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് ഉപകാരമാകട്ടെ. ജീവിതം ഒരു പെൻഡുലം. പഠിച്ചല്ലോ. ഇനിയും ഇതൊക്കെ നമ്മൾ വയലാർ അവാർഡിനെ കുറിച്ചിട്ട് എല്ലാം പഠിച്ചു. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട വയലാർ അവാർഡ് ജേതാക്കൾ ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. തകഴിക്ക് ഏതിലാണ് കിട്ടിയത്? കയർ അല്ലെ? കയർ എന്ന നോവലിനാണ് തകഴിക്ക് കിട്ടിയത്. പിന്നെ വൈലോപ്പിള്ളിക്കോ? വൈലോപ്പിള്ളിക്ക് മകരക്കൊയ്ത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മകരക്കൊയ്ത്ത് ചോദിച്ചിട്ടുണ്ട്. തകഴിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കയറ്. വൈലോപ്പിള്ളിക്ക് മകരക്കൊയ്ത്ത്. പിന്നെ ഒ എൻ വിക്ക് വയലാർ അവാർഡ് നേടിയത് ഉപ്പ്. ഓക്കെ, ഏതാണ്? ഉപ്പ്. സുഗതകുമാരി അവർക്ക് ഏതാണ്? അമ്പലമണി. ഏതാണ്? സുഗതകുമാരിക്ക് അമ്പലമണി. പിന്നെ എം ടിക്ക് രണ്ടാം ഊഴത്തിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒ വി വിജയൻ, ആർക്കാണ്? ഒ വി വിജയന് ഗുരുസാഗരത്തിന്. പിന്നെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് അന്തിമഹാകാലം. ഏതാണ്? അന്തിമഹാകാലം. അടുത്തത് KR മീരയ്ക്ക് ആരാച്ചാർ അല്ലെ? ആരാച്ചാർ വയലാർ അവാർഡ് നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ സുഭാഷ് ചന്ദ്രന് ഏതാണ്? മനുഷ്യന് ഒരു ആമുഖം. പിന്നെ VJ ജെയിംസിന്റെ നമ്മൾ പറഞ്ഞല്ലോ 2019 VJ ജെയിംസിന്റെ ഏതാണ്? നിരീശ്വരൻ അല്ലെ? VJ ജെയിംസിന്റെ നിരീശ്വരൻ. പിന്നെ 2020 ഏത് വന്നു? നമ്മൾ ഏതാ പഠിച്ചത്? ഏഴാച്ചേരി അല്ലെ? ഏഴാച്ചേരി രാമചന്ദ്രന് ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഇപ്പൊ നമ്മൾ വയലാർ അവാർഡ് നേടിക്കൊടുത്തത് ആരൊക്കെ പഠിച്ചു? 2021 ബെന്യാമിൻ പഠിച്ചു. 2022 എസ് ഹരീഷിന്. 2023 ശ്രീകുമാരൻ തമ്പിക്ക് അല്ലെ? 5, 46ാമത്തെ, 47ാമത്തെ. തകഴിക്ക് കയറിന് കിട്ടി. വൈലോപ്പിള്ളിക്ക് മകരക്കൊയ്ത്തിന് കിട്ടി. ONV ക്ക് ഉപ്പ്. സുഗതകുമാരിക്ക് അമ്പലമണിക്ക്. MT ക്ക് രണ്ടാം ഊഴത്തിന്. ഒ വി വിജയന് ഗുരുസാഗരത്തിന് കിട്ടി. ഗുരുസാഗരം എന്ന കൃതിക്ക് കിട്ടി. അക്കിത്തത്തിന് അന്തിമഹാകാലം. KR മീരയ്ക്ക് ആരാച്ചാർ എന്ന നോവലിന്. സുഭാഷ് ചന്ദ്രന് മനുഷ്യന്റെ ഒരു ആമുഖം. VJ ജെയിംസിന് നിരീശ്വരന് കിട്ടി 2019. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ. 21 ബെന്യാമിൻ. 22 എസ് ഹരീഷ്.
23 ശ്രീകുമാരൻ തമ്പി. ബെന്യാമിന്റെ മാന്തള്ളിയിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, ഹരീഷിന് മീശയ്ക്ക്, ശ്രീകുമാരൻ തമ്പിക്ക് ഏതാണ് ജീവിതം ഒരു പെൻഡുലം. പഠിച്ചല്ലോ. അപ്പൊ നമ്മളിവിടെ ഏത് പഠിച്ചു കഴിഞ്ഞു? വയലാർ അവാർഡും A to Z പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തേണ്ടതും റിവിഷൻ ചെയ്യേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ മുന്നിൽ നോട്ടുകൾ എത്തിച്ചു. എനിക്ക് ആകുന്ന രീതിയിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ എനിക്ക് വ്യക്തമായിട്ടുള്ള വലിയ കഴിവൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 2024 നിങ്ങളുടെ കയ്യിലിരിക്കണോ അതോ ഇനി 2025 മതി 26 മതി പറഞ്ഞിട്ട് പോയാൽ ആ പോക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു. ഞാൻ ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം ഞാൻ ക്ലാസ് ഇടാൻ വൈകുന്നിരിക്കും. പക്ഷെ ഞാൻ 100% ഞാൻ ഒരു തട്ടിപ്പോ അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആകർഷിച്ചിട്ടോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഓരോ ക്ലാസ്സും നിങ്ങൾ ഒരു LD ലെവൽ എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് എങ്കിൽ 100% ധൈര്യത്തോടെ തരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ വൃത്തിയായി പഠിച്ചാൽ ഈ തരുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അവർ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിച്ചാലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയും. ഞാൻ നിങ്ങളെപ്പോലെ ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ തട്ടിപ്പ് നടത്താൻ പാടില്ല. കാരണം എന്താണ്? പഠനത്തിന്റെ കഷ്ടം നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ PSC എന്താണ് എന്നുള്ളതും അതിന്റെ ബാക്കിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളൊന്നും ചെറുതൊന്നും അല്ല, ചെറിയ കഷ്ടപ്പാടൊന്നുമല്ല അനുഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനേക്കാൾ എന്താണ് ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് പഠിക്കുന്നവരുണ്ടാവും. അപ്പൊ എന്തെങ്കിലും തട്ടിപ്പ് നടത്തി ക്ലാസ് ഇട്ടിട്ട് ഒരിക്കലും അവരുടെ എന്താ പറയാ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഒരു കാര്യം എനിക്ക് നേടേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ തരുന്നുണ്ട്. ഒരു പോയിന്റ് പോലും ഞാൻ കുറയ്ക്കുന്നില്ല. എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുന്നത് നിങ്ങൾ തന്നത് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നമുക്ക് ഒപ്പം പൊരുതാം. 2024 നമ്മുടെ കയ്യിലിരിക്കട്ടെ. ദൈവം നമുക്ക് സർവേശ്വരൻ അതിനുള്ള അനുഗ്രഹം തരട്ടെ. നമുക്ക് ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയാക്കിയിട്ട് ഓക്കെ. അപ്പൊ നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ട് എനിക്ക് കൂട്ടുകാർക്ക് നമുക്ക് എല്ലാവർക്കും 2024 എത്താൻ കഴിയട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.